നമ്മുടെ സഭാ സംരക്ഷണ സമിതിയിൽ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഒരു മെസ്സേജ് ഇട്ടായിരുന്നു. പലരും പല കാര്യങ്ങളൊക്കെ പറഞ്ഞു. അതൊക്കെ അതിൻ്റെ രീതി അനുസരിച്ച് തന്നെ പൊക്കോട്ടെ, അത് കുഴപ്പമില്ല. നമ്മൾ നമ്മുടെ കൊല്ലത്തിൽ ഒരിക്കൽ ഉണ്ടാവുന്ന ഒരു പെരുന്നാൾ വല്യച്ഛനെ തടഞ്ഞു വെച്ച് പെരുന്നാളിന് പങ്കെടുപ്പിക്കണില്ല, തലേ ദിവസം പങ്കെടുപ്പിക്കണില്ല. അതൊക്കെയെന്ന് വെച്ച് കഴിഞ്ഞാൽ അച്ഛൻ ഈ അച്ഛൻ പോയ വേറെ അച്ഛൻ വരും. നമ്മളുടെ ഈ സഭയിൽ അല്ലെങ്കിൽ നമ്മുടെ ഈ മഞ്ഞപ്ര ഫൊറോനയിൽ ഉണ്ടാകുന്ന കാര്യങ്ങൾ, ഇത് അച്ഛന്മാർ മാറി വന്നാലും മാറി വന്നില്ലെങ്കിൽ പോലും അതൊക്കെയെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊക്കെ അച്ഛന്മാർ മാറി വരും, അടുത്ത അച്ഛൻ വരും, പിന്നെ പല കാര്യങ്ങളും ഉണ്ടാവും. പക്ഷെ മറ്റുള്ള ജനങ്ങൾ അത് വിലയിരുത്തുന്ന കാര്യം നമ്മളൊന്ന് മനസ്സിലാക്കേണ്ടത് നല്ലതാണ്. ഞാൻ വ്യക്തമായിട്ട് പറഞ്ഞായിരുന്നു, ഞാനാണ് പരാതി കൊടുത്തത്, ഞാനാണ് പ്രതികരിച്ചത്. ഈ ആൾക്കാർക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും പരാതി ഉണ്ടെങ്കിൽ എൻ്റെ അടുത്ത് ചോദിക്കട്ടെ, ഞാൻ അതിന് മറുപടി പറയും. നമ്മുടെ സഭയിൽ അല്ലെങ്കിൽ നമ്മുടെ ഫൊറോന ഇടവകയിൽ കുർബാനയുമായിട്ട് ബന്ധപ്പെട്ട് യാതൊരു വിഷയം ഉണ്ടായില്ല. അതിന് വേണ്ടി മറ്റുള്ള ഇടവകളിൽ നിന്ന് 100-ൽ താഴെ ആളുകളെ പങ്കെടുപ്പിച്ച് അച്ഛനം തടക്കാനും പ്രതിഷേധം നടത്താനും മറ്റുള്ള ഇടവകയിൽ നിന്ന് അച്ഛന്മാർ വരാനും ഓരോരോ കാര്യങ്ങൾ ചെയ്യാനായിട്ടുള്ള കാര്യങ്ങൾ, അതിനെന്തെങ്കിലും ഒരു അന്തസ്സുണ്ടോ എന്ന് അതിന് ഇടപെടണവർ ആലോചിക്കുക. എന്താണ് വിഷയം ഉണ്ടായത്, ആ വിഷയമാണ് ചർച്ച ചെയ്യേണ്ടത്. അത് ഞാൻ വ്യക്തമായിട്ട് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞായിരുന്നു, ഞാനാണ് പ്രതികരിച്ചത്, ഞാനാണ് പരാതി കൊടുത്തത്, ഫസ്റ്റ് ഒപ്പിട്ടത് ഞാനാണ്. അപ്പം ആർക്കെങ്കിലും എന്തെങ്കിലും പരാതി ഉണ്ടെങ്കിൽ അത് എൻ്റെ അടുത്ത് ചോദിക്കുക. ഞാൻ എന്തിനു വേണ്ടി ചെയ്തു? നിങ്ങളും ഞാനും എല്ലാവരും ഈ ഇടവകയിലെ ജനങ്ങളാണ്. കുർബാന കാണണം, അതല്ലെങ്കിൽ ഇടവകയിലെ ജനങ്ങളാണ്. അപ്പം അതിലെന്തെങ്കിലും പോരായ്മ ഉണ്ടെങ്കിൽ അത് പരാതി കൊടുത്തത് ഞാനാണെന്ന് വ്യക്തമായിട്ട് പറഞ്ഞു. നിങ്ങൾക്ക് വേണമെങ്കിൽ ആ പരാതി അന്വേഷിക്കാം. ഈ കൊച്ചച്ഛൻ മാർപ്പാപ്പയുടെയും പേര് പറയില്ല, പിതാവിൻ്റെയും പേര് പറയില്ല, ഒരു കാര്യങ്ങളിലും ആ കുർബാനയുടെ മെയിൻ ഭാഗത്ത് പറയില്ല. അതെന്തെന്നാ, പുള്ളി ഏതാണ്ട് ഒരു ഫുട്ബോൾ കളിക്കാരൻ്റെ മാതിരി വന്ന് ഒരു കുർബാനകൾ ചെല്ലും. പുള്ളി കുമ്പിട്ട് ആ തിരുഹൃദയത്തിൻ്റെ അല്ലെങ്കിൽ തൂങ്ങപ്പെട്ട രൂപത്തിൻ്റെ അടുത്തേക്ക് തിരിഞ്ഞ് നിന്ന് പുള്ളി ഒന്ന് കുമ്പിട്ട് നമ്മളെ പ്രാർത്ഥന എത്തിച്ചിട്ട് എല്ലാവരും കുമ്പിടുന്നുണ്ട്. പുള്ളി കുമ്പിടുന്നുണ്ടോ? അതൊക്കെയെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ ഒരു മോശമായ ഒരു രീതിയാണ്. നമ്മളുടെ കാലം കഴിഞ്ഞു. ഇതിപ്പോൾ എനിക്ക് 57 വയസ്സായി, ഇതൊക്കെ ഏതാണ്ട് കാലാവധിയായി. ഈ കാണിച്ചു കൊടുക്കുന്നത്, ഈ കൊച്ചച്ഛനെ പോലെയുള്ളവർ കാണിച്ചു കൊടുക്കുന്നത് മറ്റുള്ള നമ്മുടെ മക്കൾക്കും മക്കളുടെ മക്കൾക്കൊക്കെ എന്ത് മാതൃകയാണത്? അതിന് സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്ന ജനങ്ങളും എല്ലാവരും ഒന്ന് ആലോചിക്കുക. അതായത് ഇത് ഏത് കുർബാന വേണമെങ്കിലും ചൊല്ലിക്കോട്ടെ, നമ്മൾ ഏത് കുർബാന കാണാനും തയ്യാറാ. ഏത് കുർബാന അങ്ങോട്ട് ഇരിഞ്ഞെന്നാലും ഇങ്ങോട്ട് ഇരിഞ്ഞെന്നാലും കുർബാന കാണാൻ നമ്മൾ തയ്യാറായിട്ട് നമ്മൾ ചെല്ലണം. ആ സമയത്ത് ഉണ്ടാക്കുന്ന തർക്കം, ഈ കാര്യങ്ങളൊന്നും ഒരു മനുഷ്യനും യോജിക്കാനോ അതിനോട് ഉൾക്കൊള്ളാൻ പറ്റില്ല. ഈ പരാതി കൊടുത്തതുമായിട്ട് ഈ വല്യച്ഛനെ പെരുന്നാളിന് പങ്കെടുപ്പിക്കാണ്ട് തടുത്ത ജനങ്ങൾക്ക് ആർക്ക് വേണമെങ്കിലും എൻ്റെ അടുത്ത് ചോദിക്കാം, അത് എന്തിനാണ് നീ ചെയ്തത്, അല്ലെങ്കിൽ നീ എന്തിനാണ് കൊച്ചച്ഛൻ മാറി നിൽക്കണമെന്ന് പറഞ്ഞ് നീ എന്തിനാണ് പരാതിയിൽ ഒപ്പിട്ടേന്ന് ആര് വേണമെങ്കിലും ചോദിക്കട്ടെ. ഞാൻ അതിന് വ്യക്തമായ മറുപടി കൊടുക്കാൻ ഞാൻ തയ്യാറാണ്. അത് ചോദിക്കാനായിട്ട് ആരെങ്കിലും പറ്റേ. പിന്നെ വെറുതെ കുറച്ച് ആൾക്കാരെ കൂട്ടി ഒരു കുണ്ണായ്മയും ഒരു തണ്ടും കാണിക്കുന്നത്, അതിൽ കൂടുതൽ ആളെ കൂട്ടാനും കുണ്ണായ്മ കാണിക്കാനും തണ്ടെടുക്കാനും ഒക്കെ ഉള്ളവരൊക്കെ വേറെയും കുറേ ആൾക്കാരൊക്കെ പുറമെ നിൽക്കുന്നുണ്ട്. അത് ഈ തല്ലിടിച്ച് ഉള്ളത് ഇല്ലാണ്ടാക്കണ ഒരവസരം ഒരുക്കാതിരിക്കുന്നത് നല്ലതാണ്.